ആരംഭിക്കുകയാണ്. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വെബ്സൈറ്റിൽ വിവരങ്ങൾ നൽകിയത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം. രാഷ്ട്രീയ പാർട്ടികൾ ആരിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നത് വ്യക്തമാക്കിയിട്ടില്ല. വിധിയിൽ പരിഷ്കരണം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുതിയ അംഗങ്ങൾ. കമ്മീഷണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ഉത്തരവിറക്കി. ഗണേഷ് കുമാറും SS സന്ധുവും സ്ഥാനമേൽക്കും. പൗരത്വ നിയമ ഭേദഗതി ബില്ല് ഭരണഘടനയ്ക്കെതിരെന്ന മുഖ്യമന്ത്രി. പിന്നിൽ വർഗീയ അജണ്ട. ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കുന്നു. CAA-ക്കെതിരെ ദേശീയ തലത്തിൽ കോൺഗ്രസിന് നിലപാടില്ല. നിയമ പോരാട്ടം കേരളം തുടരുമെന്നും മുഖ്യമന്ത്രി. കലോത്സവ കോഴക്കേസിൽ കടുത്ത നടപടിയുമായി കേരള സർവകലാശാല. വിധികർത്താവിന്റെ മരണത്തിലടക്കം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് PC-യുടെ കത്ത് പോലീസിന്. ഷാജിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച ബന്ധുക്കൾ. മരണത്തിന് ഉത്തരവാദി SFI എന്ന് കോൺഗ്രസ്. തിരുവനന്തപുരം DCC മുൻ ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് BJP-യിൽ. ഒളിമ്പ്യൻ പത്മിനി തോമസും BJP-യിൽ ചേർന്നു. EP ജയരാജൻ LDF-ലേക്ക് ക്ഷണിച്ചിരുന്നുവെന്ന കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ്. മാസപ്പടിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കേണ്ടതില്ലെന്ന് വിജിലൻസ് ഡയറക്ടർ കോടതിയിൽ റിപ്പോർട്ട് നൽകി. മാത്യു കുഴൽനാടൻ തെളിവുകൾ ഹാജരാക്കിയിട്ടില്ലെന്നും വിജിലൻസ്. വിശദമായ വാർത്തകളിലേക്ക്. ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കമ്മീഷൻ ബോണ്ട് വിവരങ്ങൾ വെബ്സൈറ്റിൽ